ഈ ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാം കുഞ്ഞായി തന്നെയാണ് ജനിക്കുന്നത്. സിംഹവും കുഞ്ഞായി തന്നെയാണ് ജനിക്കുന്നത്. സിംഹത്തിന്റെ കുഞ്ഞും മറ്റ് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരും ഭയമുള്ളവരുമായി തന്നെയാണ് വളർന്നു വരിക. കാട്ടിലെ മറ്റ് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നതിനോടൊപ്പം സിംഹത്തിന്റെ കുഞ്ഞും വളരും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോഴാണ് കഥ മാറുന്നത്. വളർന്നു വലുതായ മറ്റു മൃഗങ്ങൾ കേവലം മൃഗങ്ങളായി തന്നെ ജീവിക്കുമ്പോൾ സിംഹം കാട്ടിലെ രാജാവായി മാറുകയാണ്. ആ സിംഹത്തിനോട് കിടപിടിക്കാൻ പോലും മറ്റു മൃഗങ്ങൾക്കാകില്ല. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് സിംഹത്തെ കാട്ടിലെ രാജാവാക്കി തീർക്കാൻ സഹായിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സിംഹത്തിന്റെ ഈ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ആദ്യം സിംഹത്തെ രാജാവാക്കി തീർക്കുന്ന ആ 6 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. ആ ഗുണങ്ങൾ നിങ്ങളെയും ജീവിതത്തിലെ ഈ ലോകത്തിലെ തന്നെ രാജാവാക്കി തീർക്കുന്നതാണ്. സിംഹത്തിന്റെ ഒന്നാമത്തെ ഗുണമാണ് ലേണിംഗ്, പഠിക്കുക. സിംഹത്തിന്റെ കുഞ്ഞുങ്ങളും മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ സോഫ്റ്റ് ആണ്. എന്നാൽ സിംഹക്കുട്ടികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഗുണമുണ്ട്. ആ ഒരു ഗുണമാണ് മറ്റു മൃഗങ്ങളുടെ കുട്ടികളെ അപേക്ഷിച്ച് സിംഹത്തിന്റെ കുട്ടിയെ വ്യത്യസ്തരാക്കുന്നത്. അവർ കുട്ടിക്കാലം മുതലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരംഭിക്കുന്നു. ഓരോ നിമിഷവും തന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും അവരിൽ നിന്നും പലതും പഠിച്ചുകൊണ്ടുമിരിക്കുന്നു. എങ്ങനെ മറ്റു മൃഗങ്ങളെ വേട്ടയാടണം, തന്റെ ശക്തി എങ്ങനെ പ്രയോഗിക്കണം, മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ എങ്ങനെ കുതിക്കണം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സിംഹം തന്റെ കുഞ്ഞു കണ്ണുകളിലൂടെ മാതാപിതാക്കളിൽ നിന്നും പഠിച്ചെടുക്കും. അപ്രകാരം മനുഷ്യരും തന്റെ ജീവിതത്തിൽ എത്രത്തോളം പഠിക്കുവാൻ സാധിക്കുന്നോ അത്രയും പഠിക്കണം. പല വ്യക്തികളും പ്രശസ്തരായത് ഈ ലേണിംഗ് എന്ന ഗുണത്തിലൂടെയാണ്. വലിയ സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തരായ പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ പിന്തുടർന്നു പോരുന്ന ഒരു ശീലമാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ നേടുക എന്നത്. അഥവാ നിങ്ങൾക്ക് വയസ്സായി ഇനി എന്തിനു പഠിക്കണം എന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതെങ്കിൽ ഇത് മനസ്സിലാക്കുക. പഠിക്കുന്നതിന് പ്രായം ഒരു തടസ്സമേ അല്ല. ഏത് പ്രായത്തിലും ഏത് സിറ്റുവേഷനിലും ആരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അതെത്ര ചെറിയ അറിവുമാകട്ടെ അതിനെ സ്വായത്തമാക്കണം. പലപ്പോഴും നമ്മുടെ ശത്രുക്കളിൽ നിന്ന് പോലും പലതും നമുക്ക് പഠിക്കുവാൻ സാധിക്കും. കാരണം നമുക്കിപ്പോൾ അറിയില്ല നമ്മൾ പഠിച്ച ഏതൊരു വിദ്യയാണ് ഭാവിയിൽ ഒരു ആപത്ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നതെന്ന്. ഇതാണ് സിംഹത്തിന്റെ ഒന്നാമത്തെ ഗുണം, അതായത് പഠിക്കുക. സിംഹത്തിന്റെ രണ്ടാമത്തെ ഗുണമാണ് ട്രെയിനിങ് അഥവാ പരിശീലനം. സിംഹത്തെ കാട്ടിലെ രാജാവാക്കുന്നതിന് പിന്നിലെ പ്രധാന ഗുണമാണിത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ മാതാപിതാക്കൾ ഏത് രീതിയിലാണ് മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നത് എന്ന് മനസ്സിലാക്കി അതേ രീതി തന്റെ പ്രായത്തിലുള്ള മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പരിശീലനം നടത്തി നോക്കും. ഈ രീതിയിൽ പരിശീലിക്കുന്നതിലൂടെ സിംഹം വലുതാകുമ്പോൾ വലിയ മൃഗങ്ങളെ വേട്ടയാടാനും സിംഹത്തിന് താരതമ്യേന എളുപ്പമായിരിക്കും. ട്രെയിനിങ് അങ്ങനെ ഒരു വിദ്യയാണ്. അത് സാധാരണ ആളുകളെപ്പോലും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളവരാക്കി തീർക്കും. പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പ് കഠിനമായ പരിശീലനത്തിലൂടെ കടന്നു പോയിട്ടാണ് ഏതൊരു വ്യക്തിയും പട്ടാളക്കാരനായിത്തീരുന്നത്. ആർട്ടിസ്റ്റുകളും അവർക്ക് ലഭിക്കുന്ന പരിശീലനങ്ങളിലൂടെയാണ് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നത്. UPSCക്ക് പരിശീലിക്കുന്ന വിദ്യാർത്ഥികളും പരിശീലനത്തിലൂടെയാണ് ഒരു IAS IPS ഓഫീസർ ആകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ട്രെയിനിങ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചാൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു സമസ്യകളും മറികടക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് അപ്രാപ്യമായ ഒരു ലക്ഷ്യങ്ങളും ഉണ്ടാകില്ല. ഇതാണ് സിംഹത്തിന്റെ രണ്ടാമത്തെ ഗുണം, ട്രെയിനിങ്. സിംഹത്തിന്റെ മൂന്നാമത്തെ ഗുണമാണ് പേഷ്യൻസ് അഥവാ ക്ഷമ. നല്ല പരിശീലനം ലഭിച്ചു എന്ന് കരുതി സിംഹത്തിന് ഏതൊരു മൃഗത്തെയും വേട്ടയാടാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് പുല്ലുകളുടെയോ മരത്തിന്റെയോ പിന്നിൽ അത് ഇരയ്ക്കായി മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തിരിക്കും. തനിക്ക് കീഴടക്കാനാകുന്ന രീതിയിൽ ഒരു ഇര മുന്നിൽ വന്ന് പെടുന്നതുവരെ. തന്റെ മുന്നിൽ വന്നെത്തുന്നത് മൃഗങ്ങളുടെ കൂട്ടമാണെങ്കിൽ പോലും അതിൽ ആരെ വേട്ടയാടണമെന്ന് സിംഹം ആദ്യമേ തീരുമാനിക്കും. അതിനുശേഷം
ആ തിരഞ്ഞെടുത്ത മൃഗത്തെ ലക്ഷ്യമാക്കി അത് പാഞ്ഞു വരും. അല്ലാതെ സിംഹമൊരിക്കലും ധൃതിപ്പെട്ട് ഒന്നും ആലോചിക്കാതെ ഇരകളുടെ നേർക്ക് പാഞ്ഞെടുക്കില്ല. ആലോചിക്കാതെ ഇര പിടിക്കാൻ ഇറങ്ങിയാൽ ഇര ലഭിക്കില്ലെന്ന് മാത്രമല്ല, സിംഹം പരാജിതനാകുകയും ചെയ്യും. പരാജയമെന്നത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലോ, അല്ലേ? ഇത്തരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഗുണമാണ് ക്ഷമ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒന്നും ആലോചിക്കാതെ പലതും എടുത്തുചാടി ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോഴെന്താണ് സംഭവിക്കുക? മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ലക്ഷ്യം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ പുറകെ പായും. അതിലൂടെ ആദ്യത്തെ ലക്ഷ്യവും നമുക്ക് നഷ്ടമാകും, രണ്ടാമത്തേതും. അതുകൊണ്ട് നമ്മളും സിംഹത്തെപ്പോലെ ധൈര്യവാനായി ശരിയായി ചിന്തിച്ചുറപ്പിച്ചു വേണം തൻ്റെ ലക്ഷ്യം നിശ്ചയിക്കുവാൻ. ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാകും വരെ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ധൈര്യവും കാണിക്കണം. സിംഹത്തിന്റെ നാലാമത്തെ ഗുണമാണ് ഫിയർലെസ്നെസ്, അതായത് നിർഭയത. ഒരു സിംഹം വളരെ പ്ലാൻ ചെയ്താണ് ഓരോ വേട്ടയും നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ സിംഹം ഏതൊരു സാഹചര്യത്തിലും ആ വേട്ടയ്ക്കായി പോരാടാനായി തയ്യാറായിരിക്കും. തന്റെ ലക്ഷ്യത്തിന് തടസ്സമായി വരുന്ന ഒരു സാഹചര്യവും സിംഹത്തെ പിന്നോട്ടേക്ക് വലിക്കില്ല. ആ സാഹചര്യത്തെ നേരിടാനായി സിംഹം സദാ തയ്യാറായിരിക്കും. അവസാന വിജയം തനിക്കാകുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാൻ സിംഹം തയ്യാറാകില്ല. അത്രയും നിർഭയനാണ് സിംഹം. മനുഷ്യരിലും ഇങ്ങനെ തന്നെയാണ്. ഏതൊരു വ്യക്തിയാണോ സാഹചര്യങ്ങളെ ഭയക്കാത്തത്, വിജയം അവർക്കൊപ്പമായിരിക്കും. നിങ്ങൾ പ്രശ്നങ്ങളിൽപ്പെട്ട് വീണ് കിടക്കുകയാണെങ്കിലും, നിങ്ങൾക്ക് നേരിടേണ്ടത് എത്ര വലിയ ശക്തിയോടാണെങ്കിലും, പല പ്രശ്നങ്ങളും ഒരേ സമയം നിങ്ങളെ തോൽപ്പിക്കാൻ വന്നു നിൽപ്പുണ്ടെങ്കിലും, നിർഭയനായി ആ പ്രശ്നങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് സിംഹത്തെപ്പോലെ ഗർജിക്കുകയാണ് വേണ്ടത്. ഒരു സിംഹഗർജനം 8 കിലോമീറ്റർ ദൂരെ വരെ കേൾക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ നിർഭയതയോടെയുള്ള നിങ്ങളുടെ ഗർജനം മുന്നിലുള്ള പ്രശ്നങ്ങളെയെല്ലാം വളരെ ദൂരെയാക്കി തീർക്കുന്നതാകണം. സിംഹത്തിന്റെ നിർഭയതയുടെ ശക്തി മറ്റു ശത്രുക്കളെ സിംഹത്തിൽ നിന്നും അകലെയാക്കി നിർത്തുന്നതാണ്. സിംഹഗർജനം അതിന്റെ നിർഭയതയാണ് കാണിക്കുന്നത്. സിംഹത്തിന്റെ ഈ ഒരു ഗുണം എല്ലാ മനുഷ്യരിലും ഉണ്ടാകേണ്ടതാണ്. സിംഹത്തിന്റെ അഞ്ചാമത്തെ ഗുണമാണ് ചേസിംഗ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതുവരെ അതിനു പിന്നാലെ പായുന്നത് നിർത്തരുത്. സിംഹം തന്റെ ഇരയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉചിതമായ സമയത്ത് ഇരയുടെ പുറകെ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് കുതിക്കും. വളരെ ഊർജ്ജസ്വലനായി കുതിക്കുന്ന സിംഹത്തെ കണ്ടാൽ ആരും പറയില്ല, ഇത് അതേ സിംഹമാണ് അല്പം മുമ്പ് വരെ മണിക്കൂറുകളോളം പുല്ലിന്റെ ഇടയിൽ അലസമായി മറഞ്ഞിരുന്നതെന്ന്. സിംഹം തന്റെ ഇരയുടെ പുറകെ കുതിക്കുന്നത് കണ്ടാൽ തോന്നും ഇത് സിംഹത്തിന്റെ ജീവിതത്തിലെ അവസാന കുതിപ്പാണെന്ന്. കാരണം സിംഹം ഉന്നം വെച്ച ഇരയെ അതിനെ കീഴടക്കാനായില്ലെങ്കിൽ മറ്റൊരു ഇരയെ ആക്രമിക്കാനുള്ള ശക്തി സിംഹത്തിൽ അവശേഷിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ തന്റെ സർവശക്തിയും എടുത്തുകൊണ്ടാകും ഇരയുടെ പിന്നാലെ സിംഹം കുതിക്കുന്നത്. അത്രയും ആത്മസമർപ്പണത്തോടെ നടത്തുന്ന ഈ വേട്ട സിംഹത്തിന് ലക്ഷ്യം പ്രാപ്തമാക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ഏതൊരു വ്യക്തിയും തന്റെ ലക്ഷ്യത്തിന് പിന്നാലെ കുതിക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞാലും തന്റെ പരിശ്രമം അവർ നിർത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആ ലക്ഷ്യം നിറവേറാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞാൽ ഒരു സിംഹത്തെ പോലെ അതിനു പിന്നാലെ കുതിക്കണം. അങ്ങനെ വരുമ്പോൾ ആ കുതിപ്പ് ഫലപ്രാപ്തിയിലെത്തും. സിംഹത്തിന്റെ ആറാമത്തെയും അവസാനത്തേതുമായ ഗുണമാണ് സോളിറ്റ്യൂഡ്, അതായത് ഏകാന്തത. ഒരു സിംഹം ആടുകളെപ്പോലെ കൂട്ടമായി നടക്കുവാനോ അല്ലെങ്കിൽ നായകളെപ്പോലെ ഒന്നും ആലോചിക്കാതെ കൂട്ടമായി കുരച്ച് അലഞ്ഞു തിരിയാനോ ഇഷ്ടപ്പെടില്ല. സിംഹം എത്ര ശക്തിശാലിയാണോ അത്രയും ഗാംഭീര്യമുള്ളവനും ശാന്ത സ്വഭാവക്കാരനുമാണ്. സിംഹത്തിന് ഏകാന്തനായി നടക്കാൻ ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഏകാന്തനായിരിക്കാൻ അതിന് ഭയവുമില്ല. വേട്ടയാടാത്ത സമയം സിംഹം അതിന്റെ ഇണയോടൊപ്പം സമയം ചിലവഴിക്കുകയോ അല്ലെങ്കിൽ ഏകാന്തനായി ഗംഭീരതയോടെ ശാന്തനായിരിക്കുകയോ ആകും ചെയ്യുക. തന്റെ സെൽഫ് റെസ്പെക്റ്റിനെയും
ഡിഗ്നിറ്റിയെയും പരിപാലിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ് സിംഹം. മനുഷ്യരിലും ഏകാന്തതയുടെ ശക്തി വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. തന്റെ ഏകാന്തതയെ ഭയമില്ലാത്ത വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർന്ന വിജയങ്ങൾ നേടാനാകും. ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തിയുടെയും ജീവിതം മറ്റു വ്യക്തികളെ ആശ്രയിച്ചാണുള്ളത്. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുക എന്നതോ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതോ നമുക്ക് വളരെ പ്രയാസമായി തോന്നുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കും സിംഹത്തെ പോലെ ഒരു രാജാവായി തീരണമെന്നാണെങ്കിൽ ഏകാന്തതയിൽ കഴിയാനുള്ള ധൈര്യം ആർജിക്കണം. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്: കാട്ടിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ്. എന്നാൽ വേട്ടയാടൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല കാര്യങ്ങളും നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ പലരും തയ്യാറല്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിന് തയ്യാറാകൂ. നിങ്ങൾ ഈ വാചകം കേട്ടിട്ടുണ്ടോ? അഥവാ സിംഹങ്ങളുടെ രാജാവ് ഒരു നായ ആയിരുന്നെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നുറപ്പാണ്. അതേസമയം നായകളുടെ രാജാവ് ഒരു സിംഹമാണെങ്കിൽ അവിടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മൾ സിംഹത്തിന്റെ എല്ലാ ഗുണങ്ങളും സ്വായത്തമാക്കി സിംഹത്തെപ്പോലെ നിർഭയനും നേതാവുമായി തീർന്ന് തന്റെ ലക്ഷ്യം നേടാനായി പരിശ്രമിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.